എങ്ങനെയാണ് ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് 5 ന്യൂട്രിയൻസ് ആണ്. ഈ 5 ന്യൂട്രിയൻസിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. ഇതിൽ ഈ 3 കാര്യങ്ങൾ, അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഡയറ്റിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. അങ്ങനത്തെ 3 ന്യൂട്രിയൻസ് ആണ് ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും. ബാക്കിയുള്ള 2 വൈറ്റമിൻസും മിനറൽസും വളരെ ചെറിയ എമൗണ്ടിലാണ് നമുക്ക് വേണ്ടത്. പക്ഷെ അവ അത്യാവശ്യമായിട്ട് നമ്മൾ എടുക്കേണ്ട ന്യൂട്രിയൻസ് തന്നെയാണ്. കാരണം അവരുടെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. വളരെ ചെറിയ എമൗണ്ടിൽ മതിയെങ്കിൽ കൂടിയും അവരുടെ കൃത്യമായ അളവ് നമ്മൾ നമ്മുടെ ഫുഡ് ഇൻടേക്കിലൂടെ എടുത്തു തന്നെ ആവണം. അപ്പോൾ ഈ 5 ന്യൂട്രിയൻസ്, ഇവിടെയാണ് പലർക്കും ഡയറ്റിന് പ്രശ്നം സംഭവിക്കുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ധാന്യങ്ങളാണ്. അതായത് നമ്മുടെ ചോറ്, ഗോതമ്പ്, ഓട്സ്, ബാർലി, മില്ലറ്റുകൾ, ഇതൊക്കെ ഈ കാർബോഹൈഡ്രേറ്റ് ആണ്. സോ ദ ഫസ്റ്റ് ബ്ലണ്ടർ നമ്മൾ ചെയ്യുന്ന കാര്യം, കേരളത്തിന്റെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് റൈസ് ആണ് അല്ലെ. നമ്മൾ ആദ്യം തന്നെ ഈ ചോറങ്ങ് കട്ട് ചെയ്യാണ് നമ്മുടെ ഡയറ്റിൽ നിന്നും. ആദ്യം തന്നെ നമ്മൾ കൊല്ലങ്ങളായിട്ട് ഒരു 10-20 അല്ലെങ്കിൽ 25 കൊല്ലമോ ഒക്കെ നമ്മൾ ജനിച്ചെന്ന് തൊട്ട്, അതായത് നമുക്ക് ചോറൂണ് നടത്തി അന്ന് തൊട്ട് നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ചോറെന്ന് പറയുന്നത്. ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരാൾ നമ്മുടെ റൈസ് അങ്ങ് കട്ട് ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് നമുക്ക് ഫ്രസ്ട്രേഷൻ ആണ്. സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ആള് പെട്ടെന്ന് ചായ കട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് തലവേദനയായിട്ട് വരാം. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഫിസിക്കലി, മെന്റലി, സോഷ്യലി എന്നുള്ള സാധനം ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം തന്നെ ഈ ചോറ് കട്ട് ചെയ്യുന്നത് വഴി മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ് നമ്മൾ അവിടെ കട്ട് ചെയ്യുന്നത്. സെക്കൻഡ്, പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മാംസ്യം, അതായത് ഇറച്ചി, മീന്, മുട്ട, പൾസസ്, പയറുവർഗ്ഗങ്ങളൊക്കെയാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ നമുക്ക് വേണ്ടത് നമ്മുടെ സെൽ ഗ്രോത്തിനാണ്, നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ മസിലിന്, സെൽ റിപ്പയറിനൊക്കെ വേണ്ട സാധനമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്നും 1 ഗ്രാം പ്രോട്ടീനിൽ നിന്നും കിട്ടുന്നത് 4 കിലോ കാലറി ആണെങ്കിൽ 1 ഗ്രാം ഫാറ്റിൽ നിന്നും കിട്ടുന്നത് 9 കിലോ കാലറി ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഫാറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ബോഡിയിൽ വേണം. ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ, ചില വൈറ്റമിൻസിന്റെ ഒക്കെ അബ്സോർപ്ഷൻ ഒക്കെ നമുക്ക് ഈ ഫാറ്റ് കണ്ടന്റ് വേണ്ടതാണ്. ഏത് ഫാറ്റ് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഫാറ്റ് ഒരു വില്ലെന്ന് പറയുന്നത്. കാരണം ഫാറ്റ് വില്ലെന്ന് പറയാനുള്ള മെയിൻ റീസൺ 1 ഗ്രാമിൽ നിന്നും 9 കിലോ കാലറി ആണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓവറായിട്ട് ഫാറ്റ് എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആവാനും അത് ഒബീസിറ്റി ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്. അതായത് എത്ര കാർബോഹൈഡ്രേറ്റ്, എത്ര പ്രോട്ടീൻ, എത്ര ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത് ഹോൾ ഫംഗ്ഷന് വേണ്ട ആൾക്കാരാണ്. നമ്മൾ എത്ര പേര് ഫ്രൂട്ട്സ് ഡെയിലി ബേസിസിൽ കഴിക്കുന്നുണ്ട്? ഈ ഫ്രൂട്ട്സ് ആണ് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും മേജർ സോഴ്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി വൈറ്റമിൻസിന്റെ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ കൂടുതലായിട്ടും ഫ്രൂട്ട്സിലും ഇലക്കറികളിലും ധാന്യങ്ങളിലും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമ്മൾ അറിയാതെ നമ്മൾ മറ്റൊരാൾ ചെയ്ത ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നു. അത് തന്നെയാണ് ഈ കാണുന്ന എല്ലാ വാർത്തകളിലും സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്, ഒരാൾക്ക് റിസൾട്ട് കൊടുത്ത ഒരു ഡയറ്റ് മറ്റൊരാൾക്ക് പ്രോപ്പർ റിസൾട്ട് കൊടുക്കണം എന്നില്ല, മറിച്ച് അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്? ഒരാൾക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത് ആദ്യം തന്നെ അയാളുടെ ലൈക്സും ഡിസ്ലൈക്സും നോക്കിയിട്ടാണ്. മുൻപ് പറഞ്ഞതുപോലെ ചായ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരാളുടെ അടുത്ത് നാളെ മുതൽ ചായ കൊടുക്കരുത് എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവ് എഫക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ തന്നെ അയാളുടെ ലൈക്സും ഡിസ്ലൈക്സും മാത്രമല്ല, അയാളുടെ ആക്ടിവിറ്റി, നമ്മൾ മുൻപ് പറഞ്ഞ പോലെ സെഡൻഡറി ആണോ, മോഡറേറ്റ് ആണോ, ഹെവി വർക്ക് ആണോ, അതേപോലെ അവരുടെ ജെൻഡർ, ഏജ്, അവരുടെ സ്ട്രെസ് എങ്ങനെയാണ്, അവർ എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്, എത്ര അളവിൽ വെള്ളം കുടിക്കുന്ന ഒരാളാണ്, എക്സസൈസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള അലർജീസോ ഇൻടോളറൻസോ ഉണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉള്ള ആളാണോ, അതേപോലെ അയാളുടെ BMI കാൽക്കുലേറ്റ് ചെയ്ത് അയാളുടെ ഐഡിയൽ ബോഡി വെയിറ്റ് നോക്കി അയാളുടെ BMR കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളൊരു ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തില് കണ്ണു അടച്ച് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആരും ഒരു അസുഖം, അതായത് ഒരു ശാരീരിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ആരും ഗൂഗിൾ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് അടുത്തുള്ള ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കാനല്ല, മറിച്ച് നമ്മൾ എന്താണോ നമ്മുടെ ബുദ്ധിമുട്ട്, എത്ര ദിവസമായത് തുടങ്ങിയിട്ട്, അതെല്ലാം നമ്മൾ കണക്കാക്കി ഒരു ഡോക്ടറെ പോയി കണ്ട് പ്രിസ്ക്രിപ്ഷൻ എടുത്ത് അത് വെച്ചിട്ടാണ് നമ്മൾ മരുന്ന് വാങ്ങി കഴിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് ഭക്ഷണവും.
സോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ അറിഞ്ഞിട്ടായിരിക്കണം. ഒരിക്കലും ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റൊരാൾക്ക് എഫക്റ്റീവായ ഡയറ്റ് അല്ലെങ്കിൽ ഒരു ബേസും ഇല്ലാതെ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റ് ഒന്നും ആരും ഫോളോ ചെയ്യാതെ ഇരിക്കുക. പ്രത്യേകമായിട്ട് പറയേണ്ടത്, ഇപ്പോൾ കൂടുതലായിട്ടും ചില പ്രോട്ടീൻ ഡ്രിങ്ക്സ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ പ്രോട്ടീൻ ഡ്രിങ്ക് രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണമേ കഴിക്കേണ്ട. നമ്മുടെ കിഡ്നിയാണ് ഈ പ്രോട്ടീനെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആള്. അപ്പൊ നമ്മൾ ഓവറായിട്ട് പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് ഇത് ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയാണ്. ശരിയാണ്, നമുക്ക് പ്രോട്ടീൻ വേണം, പക്ഷേ അതിനൊരു എമൗണ്ട് ഉണ്ട്. അതായത് 1 to 1.2 ഒക്കെയാണ് ഒരു നോർമൽ ആള് പ്രോട്ടീൻ എടുക്കേണ്ടത് പെർ kg വെയിറ്റ്. അപ്പൊ 60 കിലോ ഉള്ള ആളാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ മതി നമുക്ക്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുട്ടയായിട്ടും പയറായിട്ടും ഒക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ ഇങ്ങനെയുള്ള ബേസ് ഇല്ലാത്ത കാര്യങ്ങളിൽ പോയി നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോഡിയെ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് കൊടുക്കാതെ ഇരിക്കുക. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഡയറ്റീഷ്യൻസിന്റെ അടുത്ത് തന്നെ പോയിട്ട് നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും, അതായത് ഇവർ പ്യൂബർട്ടി ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു സമയം, മെനാർക്കൊക്കെ ആവുന്ന സമയം, അതായത് മെൻസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് HBയുടെ ലെവലൊക്കെ ഒരുപാട് താഴ്ന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ്സിന് അനീമിയ ഭയങ്കര കൂടുതലായിട്ട് കാണും. എല്ലാ മാസവും 4 ദിവസവും ബ്ലീഡിങ് ഉണ്ടാവുക, അതുവഴി അവർക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവുക. അപ്പൊ പ്രോപ്പർ ഇൻടേക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് അനീമിയയിലേക്ക് വരും. നിങ്ങൾ പഠിക്കുന്ന ഒരു സമയം കൂടെയാണ് ആ ഒരു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടൈമാണ്. HB നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവുകയും പഠിത്തത്തിൽ വീക്ക് ആവാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളൊരു ടൈം കൂടെയാണ് ഈ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ആ ഒരു ടൈമിൽ ആരും തന്നെ ഒരു ഡയറ്റ്, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരു ഡയറ്റ് ഒന്നും എടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. മാക്സിമം ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക, ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. ഇത് പറയുമ്പോൾ എനിക്ക് ജസ്റ്റ് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പൊ അത് താലൂക്ക് ഹോസ്പിറ്റലാണ് അട്ടപ്പാടിയിൽ. സോ നമ്മൾ അവിടെ ഒരു ട്രൈബൽ ഏരിയ ആയിരുന്നു. അപ്പൊ അവിടെ വന്നിട്ട് നമ്മൾ എല്ലാ ഹോസ്റ്റലുകളിലും പോയിട്ട് ക്ലാസ്സുകൾ എടുക്കും, ന്യൂട്രീഷൻ ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ന്യൂട്രീഷനെ കുറിച്ച് കൂടുതലായിട്ട് കുട്ടികളെ ബോധവൽക്കരിക്കുന്ന സമയത്ത് ഒരുപാട് അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഹോസ്റ്റലിലെ ഫുഡ് കഴിക്കാതെ ഞാൻ വണ്ണം കുറയ്ക്കുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഫോളോ അപ്പ് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ. കാരണം കുട്ടികൾ അങ്ങനെ ഡയറ്റ് എടുക്കാതിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും അനീമിയ പോലുള്ള കണ്ടീഷൻസും ഉണ്ടാവുന്ന ഒരു സമയമായിരുന്നു അത്. അതിനൊപ്പം തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം, പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്ത സമയത്ത് ഒരു അച്ഛനും അമ്മയും കൂടെ ഒരു 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയും കൊണ്ട് വന്നിരുന്നു. അപ്പൊ ആ കുഞ്ഞിന് അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് ഈ കുട്ടിക്ക് വെയിറ്റ് ലോസിനായിട്ട് ഡയറ്റ് കൊടുക്കണം. അപ്പൊ കുഞ്ഞിനെ കണ്ടപാടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം, അവന് ഡയറ്റിന്റെ ആവശ്യമില്ല, കഴിക്കുന്നതൊക്കെ കഴിച്ചോട്ടെ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അപ്പൊ അവര് പറഞ്ഞ കാര്യം, ഞങ്ങളിപ്പോ ചോറ് കൊടുക്കുന്നില്ല, അവന് സ്നാക്സ് ആണ് കൂടുതൽ ഇഷ്ടം. അതായത് ചീറ്റോസും കുർക്കുറെ പോലെയുള്ള സാധനങ്ങളാണ് അവൻ കൂടുതൽ കഴിക്കുന്നത്. ചോറ് ഞങ്ങൾ ഇപ്പൊ അധികം കൊടുക്കുന്നില്ല, ഈ സ്നാക്സും ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാ പേരൻസും മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റി കൂട്ടുക, അതായത് അവർ ഫിസിക്കലി ആക്റ്റീവ് ആവാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ വിടുവോ, ക്രിക്കറ്റ് കളിക്കാൻ വിടുവോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഓടി കളിക്കാനായിട്ട് വിടുവോ ഒക്കെ ചെയ്യുക, ഡാൻസ് കളിപ്പിക്കുക, ഫിസിക്കലി അവരെ ആക്റ്റീവായിട്ട് വെക്കുക. അതിനോടൊപ്പം തന്നെ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. ഈ പറഞ്ഞ പുറത്തുനിന്നുള്ള ഓയിലി ആയിട്ടുള്ള, ഫാറ്റി ആയിട്ടുള്ള, ഫ്രൈഡ് ഐറ്റംസ് പുറത്തുനിന്ന് ഒഴിവാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെ അട പുഴുങ്ങി കൊടുക്കാം, അല്ലെ നമുക്ക് തന്നെ സുഖിയനോ അല്ലെങ്കിൽ പഴംപൊരിയോ ഒക്കെ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതുവഴി അവർ കുറച്ചും കൂടെ ഹെൽത്തി ആവും, അവർ ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങും. ഈ പറഞ്ഞ ജങ്ക് ഫുഡ്സിനോടുള്ള ക്രേവിങ്സും അവർക്ക് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലും കൊച്ചുകുട്ടികൾക്കും ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് കൊടുക്കാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഒരിക്കലും വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹെൽത്ത് മറക്കാതെ ഇരിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്